അതുപോലെ നിരാശപ്പെടുത്തിയ കളിക്കാരുമുണ്ട്. അരങ്ങേറ്റത്തിൽ ഈ വർഷം അരങ്ങേറ്റത്തിന് അവസരം ലഭിച്ചു, പക്ഷേ വേണ്ടത്ര ശോഭിക്കാത്ത പല താരങ്ങളുമുണ്ട്. ടെസ്റ്റ് ക്രിക്കറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം, സൂര്യകുമാർ യാദവ് T20യിലെ രാജാവാണ്. T20യിൽ ഏറ്റവും മികച്ച രീതിയിൽ കളിക്കുന്ന താരമാണ്. പക്ഷേ നിരാശപ്പെടുന്ന പ്രകടനമാണ് സൂര്യകുമാർ യാദവ് ടെസ്റ്റ് മത്സരത്തിൽ കാഴ്ചവെച്ചത്. അതുപോലെ KS ഭരത്, ഋഷഭ് പന്തിന് പരിക്കേറ്റപ്പോഴാണ് KS ഭരത് വിക്കറ്റ് കീപ്പറായി മാറിയത്. പക്ഷേ KS ഭരതിനും ഈ വർഷം 2023 അത്ര നല്ല വർഷമായിരുന്നില്ല എന്ന് നമുക്ക് കൃത്യമായും കാണാൻ സാധിക്കും. പന്തിൻ്റെ പകരക്കാരനാവാൻ അദ്ദേഹത്തിന് ഈ വർഷം ബാറ്റിങ്ങിലും അതുപോലെ കീപ്പിങ്ങിലും സാധിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പന്ത് അടുത്ത വർഷം ടീമിലേക്ക് തിരിച്ചെത്തുമ്പോൾ തീർച്ചയായും KS ഭരതിന് ടീമിൽ നിന്ന് പുറത്തു പോവേണ്ടി വരും എന്ന രീതിയിലാണ് കാര്യങ്ങൾ. അതുപോലെ 3 ഫോർമാറ്റിലും T20യിലും ടെസ്റ്റിലും ഏകദിനത്തിലും അരങ്ങേറ്റം കുറിക്കാനുള്ള ഭാഗ്യം ലഭിച്ച ഒരേ ഒരു താരമാണ് ഈ വർഷം ഉണ്ടായിരുന്നത്. അത് മറ്റാരുമല്ല, പേസ് ബോളറായ മുകേഷ് കുമാറാണ്. അതുപോലെ തിലക് വർമ്മ, അദ്ദേഹം ആദ്യ T20 മത്സരങ്ങളിൽ വളരെ മികച്ച രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെച്ചു.